Hello everyone, welcome to delicious recipes. ഇലയപ്പം അല്ലെങ്കിൽ ഇലയടയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. വത്സൻ എന്നും ഇതിനെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ ഈ നാടൻ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി കുറച്ച് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഇത് ഇടിയപ്പത്തിന് എടുക്കുന്ന പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ 2 കപ്പ് മാവിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 250 ml കപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. ആ 250 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചെടുത്ത ശേഷം ഞാനിതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം ഞാനിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ സ്റ്റൗവിൽ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ശർക്കരയാണ് ഇപ്പോൾ ചേർത്തത്. 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ശർക്കര നല്ലതുപോലെ വെള്ളവുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഒരല്പം ചൂടാറിയ ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഇത് അരിച്ചെടുത്തപ്പോൾ 1 ഗ്ലാസ്സാണ് ശർക്കരപ്പാനി കിട്ടിയത്. ഇത് ഈ പാനിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നപ്പോൾ 2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇനി തേങ്ങയും ശർക്കരയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ ശർക്കര കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇലയട തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വാഴയിലയെല്ലാം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിമാവ് 10 ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തയ്യാറാക്കി വെച്ച തേങ്ങ ശർക്കരയുടെ കൂട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഇലയുടെയായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കൈ വെള്ളത്തിലൊന്ന് നനച്ച ശേഷം പരത്തിയെടുക്കണം. എത്രയും തിന്നായിട്ട് പരത്തിയെടുക്കാമോ അതായിരിക്കും നല്ലത്. നല്ലതുപോലെ പരത്തിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ട് വെച്ച് കൊടുക്കാം. ഇതിനി ഒരു വശത്തേക്ക് നമുക്ക് മടക്കി വെക്കണം. ഇതുപോലെ മടക്കി വെച്ച ശേഷം ഇതിൻ്റെ അറ്റത്ത് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ വലിയ വാഴയില ആയതുകൊണ്ട് ഞാനിതൊന്ന് മടക്കി വെക്കുകയാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഇലയട നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഇലയുടെയും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ്. ഇത് 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കിത് വളരെ ഇഷ്ടമാകും. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമാകും. അതുമാത്രമല്ല ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ 6 എണ്ണമാണ് വയ്ക്കുന്നത്. ഇതിനെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തത്.
ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതുപോലെ ബാക്കിയുള്ള ഇലയുടെയും നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് ഇഡ്ഡലിയുടെ തട്ടിൽ നിന്ന് എല്ലാം മാറ്റി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇലയട ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള ഇലയട റെഡിയായി കഴിഞ്ഞു. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കൂടി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഞാനിതിവിടെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.